നമ്മൾ യൂട്യൂബിൽ നമ്മൾ ഓരോ ബ്യൂട്ടി പ്രൊഡക്റ്റ് കൊണ്ടുവരുന്നു, DIYയുടെ പിന്നെ ഫേസ് പാക്ക് കൊണ്ടുപോകുന്നു, ഫേസ് ക്രീം കൊണ്ടുവരുന്നു. ഇതൊക്കെ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ പൊതുവെ ഒരു അഭിപ്രായമുണ്ട്, കറുത്ത ആൾക്കാരെ വെളുപ്പിക്കാനും വെളുത്തങ്ങ് തുടുക്കാനും. ഇതിപ്പോൾ നമ്മുടെ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ സ്കിന്നൊരു ഈവൻ സ്കിന്നാകാൻ വേണ്ടിയിട്ടാണ് അല്ലേ, സ്കിന്നൊന്ന് ഹൈഡ്രേറ്റ് ചെയ്തിരിക്കാനും നല്ലൊരു ഗ്ലോ കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത് അല്ലേ. ഓരോന്നിനും ഓരോ പായ്ക്ക് നമ്മൾ ഇടുന്നത്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിലെ കറുപ്പ്, നമ്മുടെ കഴുത്തിൻ്റെ ബാക്ക് സൈഡ് കറുപ്പിരിക്കും, കൈമുട്ട്, അങ്ങനെ അണ്ടർ ആംസ്, ഇതൊക്കെ നമുക്ക് ഒരു ഡാർക്ക് കളറായിരിക്കും, മനസ്സിലായോ? അത് കറുത്തിരിക്കുന്നവർക്ക് കുറച്ച് കറുത്താൽ പെട്ടെന്ന് അറിയത്തില്ല. നമ്മളൊരു വെളുത്തിരിക്കുന്നവർക്കാണെങ്കിൽ ജസ്റ്റ് ആ കറുപ്പ് വരുമ്പോൾ പെട്ടെന്ന് അറിയാൻ സാധിക്കും അല്ലേ. ഹായ്, ഹലോ, കുക്കു മിന്നു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. എൻ്റെ ടോപ്പിക്ക് ഞാൻ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദവും ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തരാൻ മറക്കരുത്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ മിക്കവർക്കും നമുക്ക് കണ്ടുവരുന്ന നമ്മുടെ കഴുത്തിനൊരു കളറ്, ഫേസിനൊരു കളറ്, കഴുത്തിൻ്റെ ബാക്കിൽ നല്ല കറുപ്പ് കളറ്, അണ്ടർ ആംസ്, കൈമുട്ട്, കാൽമുട്ട്, ഇതൊക്കെ നല്ലതായിട്ട് ബ്ലാക്ക് ആകും അല്ലേ. പക്ഷേ ഇത് ബ്ലാക്ക് ആകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ചിലരെ സംബന്ധിച്ച് ഹോർമോൺ ചേഞ്ച് വരുമ്പോഴും പിന്നെ ഇൻസുലിൻ്റെ ഇത് കൂടുതലായിട്ട് വരുമ്പോഴും നമ്മുടെ ശരീരത്ത്, പിന്നെ ഒത്തിരി ഒബിസിറ്റി, വണ്ണം ഉള്ളവർക്ക്, ഇതെല്ലാം മിക്കവർക്കും തന്നെ നമ്മുടെ അണ്ടർ ആംസുകൾ, കഴുത്തിൻ്റെ പുറക്, കക്ഷം, ഇവിടെ എല്ലാം നമുക്ക് ഒരു ബ്ലാക്ക് കളറായിരിക്കും. അപ്പം നമുക്കറിയാമല്ലോ, ഒരു ബ്ലാക്ക് കളർ വീഴുമ്പോൾ നമുക്കറിയാം മുമ്പ് ഇങ്ങനെയല്ലായിരുന്നു നമ്മുടെ സ്കിന്ന്, ഇപ്പോൾ ഇങ്ങനെ ആയെങ്കിൽ അതിനെന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ബോഡിയിൽ മാറ്റം കാണും. മിക്കവർക്കും തന്നെ ഈ ഹോർമോൺ ചേഞ്ച്, നമുക്ക് മെനപ്പോസിൻ്റെ സമയം, അല്ലെ ചില അസുഖങ്ങളുടെ സംബന്ധമായിക്കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഇൻസുലിൻ്റെ ഉൽപ്പാദനം കൂടിയാലും ഒരുപാട് വണ്ണം ഉണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് ഇതുപോലെ ബ്ലാക്ക് പാടുകൾ വരാം. അപ്പം നമുക്കിപ്പോൾ ഒരു വെള്ള കളറായിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ടോൺ ഇന്നലെ വരെ എങ്ങനെയായിരുന്നു, അല്ലെ കഴിഞ്ഞ ആഴ്ച വരെ എങ്ങനെയായിരുന്നു, അതിൽ നിന്നൊരു മാറ്റം വരുമ്പം നമുക്ക് മനസ്സിലാകും ഇല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന സ്കിൻ ടോൺ ഒന്ന് കിട്ടണ്ടേ, ഇപ്പോഴല്ലേ ഈ കറുപ്പ് വന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അതിന് പല മാർഗങ്ങളും, പല ക്രീമുകളും, കെമിക്കൽ പീൽസും, ഇതൊന്നും അതൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അതൊന്നും ചെയ്യാൻ പറ്റാത്ത നമുക്ക് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഇതൊരു 50+ ഒക്കെ കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ചൊരു ഇതാകുന്നു അല്ലേ. ഏജിൻ്റെ അടിസ്ഥാനത്തിലും ഏജ് കൂടുന്തോറും ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ സ്കിന്നിൽ, സത്യത്തിൽ അത് സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രോബ്ലംസും വന്നുകൊണ്ടേയിരിക്കും അല്ലേ. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് നല്ല എഫക്റ്റീവായ, നമ്മുടെ സ്കിന്നൊന്ന് പോളിഷ് ചെയ്ത് കിട്ടാൻ, ഒരു ബ്ലീച്ച് ചെയ്തിട്ട് കിട്ടുന്ന ഒരു ഇതില്ലേ, അതേപോലെ ആകാൻ വേണ്ടിയിട്ട്, നമ്മുടെ സ്കിന്നൊന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു DIY പായ്ക്കും പിന്നൊരു ക്ലെൻസിങ്ങും കൂടാണ് ഞാനത് പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ലെമൺ എടുക്കുക. പിന്നെ സെക്കൻഡ് ഇൻഗ്രീഡിയൻസ് കോഫി പൗഡറാണ്. തേർഡ് ഇൻഗ്രീഡിയൻസ് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ്. മനസ്സിലായോ? ഇതുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ കഴുത്തിൻ്റെ പുറവശവും, കൈയുടെ മുട്ടാണെങ്കിൽ കൈയുടെ മുട്ടും, ഇതൊക്കെ എങ്ങനെയാണ് നമുക്കൊന്ന് ക്ലീൻ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മുടെ ആ എടുത്ത ലെമൺ, ഒരു ലെമൺ എടുത്തെങ്കിൽ അത് രണ്ടായിട്ട് മുറിച്ചിട്ട് അതിൽ ഒരു ഭാഗം എടുത്തിട്ട്, നമ്മൾ ഏതാണോ ഫേസ് വാഷ് ഉപയോഗിക്കുന്നത്, ഇനി അഥവാ ഫേസ് വാഷ് ഉപയോഗിക്കാത്തവരാണെങ്കിൽ ആ ലെമൺ മുറിച്ചതിൻ്റെ അകത്തോട്ട് ഒരു പകുതിക്കകത്തോട്ട് നമ്മുടെ കടലമാവ് ഇട്ടാലും മതി. എന്നാൽ നമ്മൾ ഫേസ് വാഷ് ഉള്ളവരാണെങ്കിൽ ആ ലെമണിൻ്റെ മണ്ടയിലോട്ട് നമ്മുടെ കുറച്ച് ഫേസ് വാഷ് ആഡ് ചെയ്യുക.
എന്നിട്ട് ശരിക്കും നമ്മുടെ ഫേസിൽ കാണിക്കുകയേ ചെയ്തേക്കില്ല, കാരണം ലെമൺ ഒരുപാട് ഫേസിൽ നമുക്ക് പറ്റത്തില്ല. ഇത് നമ്മുടെ കഴുത്തിൻ്റെ പുറകുവശത്ത്, കഴുത്തും എവിടാണോ നമുക്ക് പുരട്ടേണ്ടത്, ഞാനിപ്പം കഴുത്തിലാണ്ട കാര്യം പറയുന്നത്, കഴുത്തിലും ബാക്കും ഫ്രണ്ടും നമുക്ക് ശരിക്കും ഒന്ന് വാഷ് ചെയ്ത് ഈ ലെമണിൻ്റെ ഇതും ഫേസ് വാഷും കൂടെ ഇട്ട് ശരിക്കും ഒന്ന് വാഷ് ചെയ്തെടുത്ത് ഒരു 5 മിനിറ്റ് മസാജ് ചെയ്ത് വാഷ് ചെയ്തെടുക്കണം. മനസ്സിലായോ? അത് കഴിഞ്ഞതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ നമുക്ക് തുടച്ച് എടുത്ത് മാറ്റണം. ലെമൺ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി ഉണ്ട്, ഏറ്റവും നല്ലതാണ്. നമുക്കൊരു ബ്ലീച്ചിങ് ഇത് കിട്ടും. അതിൻ്റെ കൂടെ നമ്മുടെ ഏതെങ്കിലും ഒരു ഫേസ് വാഷും കൂടെ ഉപയോഗിച്ചൊന്ന് ക്ലെൻസ് ചെയ്തെടുക്കണം ആദ്യം. സെക്കൻഡായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് കഴുത്തിന് ചുറ്റും ഇടാനുള്ള ആവശ്യത്തിനുള്ള 1 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ കോഫി പൗഡർ എടുക്കുക. 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്തിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ലെമണിൻ്റെ പകുതി എടുത്ത് അതിൻ്റെ ജ്യൂസ് കുറച്ച് അതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് ബാക്കി ഭാഗം ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രീമിനെ, മഞ്ഞളും കോഫിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിനെ എടുത്തിട്ട് ഈ ലെമണിൻ്റെ ഹാഫ് പാതി വെച്ച് ശരിക്കും നമ്മൾ ഒന്നും കൂടെ ഈ ക്രീമെല്ലാം ഈ ലെമണിൻ്റെ പീസ് കൊണ്ട് തേച്ച് നമ്മുടെ കഴുത്തിൽ പിടിപ്പിക്കുക. മനസ്സിലായോ? അതിനുശേഷം നമ്മുടെ ആ ലിക്വിഡ് ബാക്കി വന്നത് നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ശരിക്കും ഇതിൻ്റെ അകത്ത് എല്ലാ ഇൻഗ്രീഡിയൻസും, മഞ്ഞളുടെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാം അല്ലേ? ശരിക്കും ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ളതാണ് നമ്മുടെ മഞ്ഞൾപ്പൊടിക്കകത്ത്. പിന്നെ കോഫി പൗഡർ ഒരു ബെസ്റ്റ് എക്സ്ഫോളിയേറ്ററാണ്. മനസ്സിലായോ? നല്ലൊരു സ്മൂത്തനിങ് നമുക്ക് തരും. ഈ പായ്ക്കിട്ട് ഒരു 15 മിനിറ്റ് നിങ്ങൾ വെച്ചതിന് ശേഷം ശരിക്കും നമ്മൾ ഞെട്ടിപ്പോകുന്ന രീതിയിൽ നമുക്ക് ശരിക്കും നല്ലൊരു മാറ്റം നമുക്ക് കാണാം. ഇത് നമുക്ക് നമ്മുടെ അണ്ടർ ആംസ് എവിടെയൊക്കെയാണോ അവിടെ എല്ലാം നമുക്ക് ഇതേ മെത്തേഡ് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ശരിക്കും ഇത് ആഴ്ചയിൽ ഒരു ദിവസം ഇത് മസ്റ്റായിട്ട് ചെയ്താൽ നമുക്ക് ശരിക്കും നല്ലൊരു മാറ്റം അവിടെ നമ്മൾ ആ ടാനൊക്കെ പോയിട്ട് നല്ലൊരു ക്ലിയർ ആയിട്ട് നമ്മുടെ സ്കിൻ, നമുക്ക് എപ്പോഴാണോ ഇതിനു മുമ്പ് എങ്ങനെയാണോ നമ്മുടെ സ്കിൻ ടോൺ ഉണ്ടായിരുന്നത് അതേ രീതിയിൽ നമുക്ക് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇത് വീക്കിലി ഒരു പ്രാവശ്യം നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ ചെയ്തിരിക്കണം. വേറെ നമുക്ക് ഇത് എല്ലാവരുടെ വീട്ടിലും നാരങ്ങയുണ്ട്, കോഫി പൗഡറുണ്ട്, മഞ്ഞളുണ്ട് ഇല്ലേ? ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി എടുക്കണമെന്നില്ല, സാധാ കോഫി പൗഡർ എടുത്താലും മതി. അപ്പം ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ശരിക്കും നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും. നമുക്ക് നമ്മുടെ കഴുത്തിൻ്റെ പുറവും നമ്മുടെ കൈയുടെ മുട്ടും നമ്മുടെ അണ്ടർ ആംസും ഒക്കെ നമുക്ക് നല്ല ക്ലിയറായിട്ട് പെർഫെക്റ്റായിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കും. ഓക്കെ, എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കണും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ. ഓക്കെ, പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.